ചന്ദനും അലിയും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എങ്ങനെയെങ്കിലും പോലീസ് ജോലി നേടി എല്ലാവരെയും മുന്നിൽ വിലയുള്ളവരാകണം എന്ന സ്വപ്നം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അതിനായി രണ്ടുപേരും പോലീസ് എക്സാം എഴുതാൻ പോകുന്നു. വലിയ തിരക്കിനിടയിലും എങ്ങനെയോ പരീക്ഷ എഴുതി അവർ മാസങ്ങളോളം റിസൾട്ടിനായി കാത്തിരിക്കുന്നു. ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ ചന്ദൻ പാസ്സാകുന്നു. പക്ഷെ അലിക്ക് കിട്ടുന്നില്ല. ചന്ദന്റെ വീട്ടിൽ എല്ലാവരും സന്തോഷിച്ചപ്പോൾ അലിയുടെ മനസ്സ് തകരുന്നു. വീട്ടിലെ കഷ്ടപ്പാടുകൾ കാരണം അലി ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നു. പക്ഷെ മുസ്ലിം ആയതിന്റെ പേരിൽ അവന് അവിടെ പല അപമാനങ്ങളും സഹിക്കേണ്ടി വരുന്നു. അതേസമയം ചന്ദൻ പോലീസ് സെലക്ഷൻ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോൾ സർക്കാർ റിക്രൂട്ട്മെന്റ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ വഴിയില്ലാതായതോടെ ചന്ദനും അവസാനം ജോലിക്കായി അലിയുടെ അടുത്തേക്ക് പോകുന്നു. പഴയ പ്രശ്നങ്ങൾ മറന്ന് അവർ വീണ്ടും ഒന്നിച്ച് ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കാൻ തുടങ്ങുന്നു. ചന്ദന്റെ വീട്ടിൽ പുതിയ വീട് പണിയാനും അലിയുടെ അച്ഛന്റെ ചികിത്സ നടത്താനും അവർക്ക് സാധിക്കുന്നു. അങ്ങനെ ജീവിതം പതിയെ ശക്തിയാകുമ്പോഴാണ് കൊറോണയും ലോക്ക്ഡൌണും വരുന്നത്. ജോലി നഷ്ടപ്പെട്ട അവർ ആയിരക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളോടൊപ്പം സ്വന്തം നാട്ടിലേക്ക് നടന്നു പോകാൻ തീരുമാനിക്കുന്നു. വഴിയിലുടനീളം വിശപ്പും ദാഹവും പോലീസിന്റെ മർദ്ദനവും സഹിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ ചന്ദന് പനിയും ചുമയും വരുന്നു. കൊറോണയാണെന്ന് പേടിച്ച് ആളുകൾ അവരെ വാഹനങ്ങളിൽ നിന്ന് ഇറക്കിവിടുന്നു. കിലോമീറ്ററുകൾ നടന്ന് തളർന്ന ചന്ദനെ അലി താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്നു. പക്ഷെ ഒടുവിൽ യാത്രക്കിടെ ചന്ദൻ അലിയുടെ കൈകളിൽ കിടന്ന് മരിക്കുന്നു. സ്വന്തം സുഹൃത്തിന്റെ മരണം അലിയെ പൂർണ്ണമായി തകർക്കുന്നു. ചന്ദന മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ അവന്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയിരുന്ന ചെരുപ്പ് കണ്ടതോടെ എല്ലാവരും കരയുന്നു. അതേസമയം ചന്ദന്റെ സ്വപ്നമായ പോലീസ് ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്ററും വീട്ടിലെത്തുന്നു. പക്ഷേ ആ ജോലി നേടാൻ ആഗ്രഹിച്ചിരുന്ന ചന്ദൻ അപ്പോഴേക്കും ജീവനോടെ ഇല്ലായിരുന്നു.